Good morning, all. Morning, ma'am. Morning. Okay, good morning. എല്ലാവരും എന്തായാലും നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും ആണോ? എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് എവിടെ വരെയാ എടുത്തു നിർത്തിയത്? റോൾ പ്ലേയിങ് വരെയാണ് അല്ലെ? അവിടെ വരെയാണ് എടുത്തു നിർത്തിയത്. ടെക്സ്റ്റിന്റെ PDF കിട്ടിയിട്ടില്ല എങ്കിൽ എന്തായാലും എത്രയും പെട്ടെന്ന് കിട്ടുമായിരിക്കും. നിങ്ങൾ ഒന്ന് എന്താ പറയാ, ഇപ്പൊ നമ്മൾ എന്തായാലും പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കി അത് നോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് നോട്ട് ചെയ്ത് പോവുക. ഇപ്പൊ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ലെക്ചർ മെത്തേഡാണ്. അതായത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും. പേജ് നമ്പർ പറയോ? പേജ് നമ്പർ ആണോ? ഇതില് പേജ് നമ്പർ ഞങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് പരസ്പരം ഷെയർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ചാപ്റ്ററിന്റെ പേര് നമുക്ക് ഏതാ പേജ് നമ്പർ? ചാപ്റ്റർ 3 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. പേജ് നിങ്ങൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അതില് ഒന്നിച്ചാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ പേജ് ചിലപ്പോ കറക്റ്റ് ആവണമെന്നില്ല, അത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. 70 ആണ് ഇവിടെ തന്നെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അല്ലെ, എന്നാലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും വലിയ അല്ലെ മറവിയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഇത് ഓഫ് ദ ജോബ് മെത്തേഡിലെ 3rd പോയിന്റ് ആണ്. ഓഫ് ദ ജോബ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്തെങ്കിലും അല്ലെ വിഷ്വലി ആ ജോലിയുടെ ഇടയിൽക്കൂടെ അല്ല, അല്ലാതെ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതി അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഇൻ കേസ് ലെക്ചറിലൂടെയോ റോൾ പ്ലേയിങ്ങിലൂടെയോ ആ കറക്റ്റ് ആയിട്ടുള്ള ജോലിയുടെ ഇടയിൽ കൂടെയല്ല,
അല്ലാത്ത രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ വരുമ്പോൾ തേർഡ് പോയിന്റ് ലെക്ചർ മെത്തേഡ് നോക്കാം. നമുക്കറിയാം ലെക്ചർ മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ടീച്ചിങ് എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും അല്ലെ എപ്പോഴും നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ലെക്ചർ മെത്തേഡാണ്. അപ്പൊ ഒരു പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും ലെക്ചർ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The lecture is a traditional and direct method of instruction. അതായത് പരമ്പരാഗതമായിട്ടും അല്ലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലെക്ചർ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് ട്രെയിനിങ് തരുന്ന ഒരു രീതി. The instructor organize the material and gives it to a group of trainee in the form of a verbal lecture. അതായത് വാക്കാലെ തന്നെ അല്ലെ അവര് മെറ്റീരിയൽസ് ഒക്കെ ഓരോന്നെടുത്ത് കാണിച്ചിട്ട് അല്ലെ ഇന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ട വിധം ഇങ്ങനെയാണ്. അപ്പൊ വെർബലി അല്ലെ നമ്മുടെ ലെക്ചർ എന്താണ്, അവരുടെ വോയിസ് കൊണ്ട് തന്നെയാണ് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. Then this is the best suited to train a large group of trainees. ഒരുപാട് പേർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് ബെസ്റ്റ് നല്ല ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ്. നമ്മളിപ്പോ പഠിച്ചത് ഏത് മെത്തേഡാണ്? ഏതിലേക്ക് വരിക? ഏത് മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്? വിട്ടുപോവുകയാണ്. ലെക്ചർ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മള് ഒന്ന് രണ്ട് പോയിന്റ്സ് ജസ്റ്റ് ആദ്യം കണ്ടു. വെസ്റ്റിബിൾ ട്രെയിനിങ് കണ്ടു, then റോൾ പ്ലേയിങ് കണ്ടു, then നെക്സ്റ്റ് ലെക്ചർ മെത്തേഡ്. കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ലെക്ചർ മെത്തേഡ് എന്താന്നുള്ളത് നമുക്കറിയാം. ട്രെയിനർ മെറ്റീരിയൽസിനെയൊക്കെ വെർബലി പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ട്രെയിനിങ്ങിന് വരുന്നത്. അപ്പൊ ട്രെയിനീസ് അല്ലെ അവിടെയുള്ള ട്രെയിനിങ്ങിന് ആവശ്യമുള്ള വ്യക്തികള് അത് പറഞ്ഞ് അവർ പറയുന്ന അനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് എല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ദെൻ കോൺഫറൻസ്. എന്താണ് കോൺഫറൻസ്? കൂടിയിട്ട് സമ്മേളനം കൂടിയിട്ട് അല്ലെ ഇതേമാതിരി തന്നെ ക്ലാസ് റൂമിൽ ഒരു ലെക്ചർ മാത്രമല്ല, ചിലപ്പോ ഏതെങ്കിലുമൊക്കെ ഹാളിൽ ഒരു സമ്മേളനം കൂടിയിട്ടും എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് അറിയാൻ ചില അല്ലെ ചിലപ്പോ ഒരു പക്ഷെ അവര് ജോലിയിൽ വ്യാപൃതരായിരുന്നിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു പുതിയ പൊസിഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡീഷണൽ ഡ്യൂട്ടീസ് അവർക്ക് വരാം. അപ്പൊ ആ അഡീഷണൽ ഡ്യൂട്ടീസ് അത് എങ്ങനെയാണെന്നുള്ളത് ഒരു സമ്മേളനം അല്ലെ എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. അതായത് നമുക്കറിയാം ഇത് അല്ലെ സാധാരണ രീതിയിൽ തൊഴിലധിഷ്ഠിതമായിട്ട് ഒരു മേൽനോട്ട അധികാരിയുടെ രീതിയിൽ തന്നെയാണ് അതിന്റെ ആ ഒരു ഇതുകള് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പകർന്നു കൊടുക്കുന്നത്. ദിസ് ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പുട്ട് ഫോർ ideas, examine and share facts, idea assumptions and draw a conclusion. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു ഫാക്ടിനെ സംബന്ധിച്ച് എനിക്ക് ഇൻ കേസ് പുതിയ എന്തെങ്കിലും ഒരു സംഭവം വരികയാണ് അല്ലെ ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ എന്താണ് ആ മെഷീൻ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്ന് എല്ലാവർക്കും ബോധ്യമാക്കി കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് അതറിയാം എങ്ങനെയാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നതെന്നുള്ള ഐഡിയ എന്താണ് ട്രെയിനർക്ക് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും അവരെന്താണ് എല്ലാവർക്കും കൂടി ഒരു ഡിസ്കസ് ചെയ്യും അല്ലെ എന്താണ് അത് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഈ ഒരു ആശയങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതെന്നൊക്കെ ഉള്ള അവർക്കും കിട്ടുന്ന എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ദിസ് ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പുട്ട്സ് ഫോർത്ത് ഐഡിയാസ്. അപ്പൊ ഈ മെഷീനെ സംബന്ധിച്ച് ചിലർ പറയും ഇന്ന രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പൊ മറ്റു ചിലർ പറയും അത് അങ്ങനെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ സമയം എടുക്കും അതിന്റെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു രീതി അവലംബിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് അവര് പരസ്പരം അവരുടെ ഐഡിയാസുകളെല്ലാം തന്നെ ഷെയർ ചെയ്യും. ഇങ്ങനെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പരസ്പരം ഇത് ചെയ്യും. ഇങ്ങനെ അതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ ഈ ഐഡിയകളൊക്കെ കുറിച്ച് നന്നായിട്ട് തന്നെ പരിശോധിക്കും. ഇങ്ങനെ ചെയ്താൽ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ഈ ഐഡിയകളൊക്കെ വരുമ്പോൾ തന്നെ അത് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാന്ന് നോക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഇത് ശരിയാവില്ല, ചിലപ്പം മറ്റൊരാൾ പറഞ്ഞ ഐഡിയ ആയിരിക്കും ഇച്ചിരി കൂടി ഫേവറബിൾ ആയിട്ട് വരും. അപ്പൊ മൊത്തത്തിൽ എന്താണ് അവർക്ക് ആ ഒരു രീതി അല്ലെ അവലംബിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊരു സമ്മേളനം കൂടിയിട്ടാണ് ഐഡിയാസ് മെനഞ്ഞെടുത്ത് അതിന്റെ അല്ലെ പരസ്പരം അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ആണ് അവര് കൺക്ലൂഷനിൽ എത്തിക്കുന്നത്. അതായത് അവസാനം അവർക്ക് ഇത് ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു എൻഡ് ഫാക്ടിലേക്ക് എത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ?
ക്ലിയർ ആവുന്നുണ്ടോ? കോൺഫറൻസ് കൂടിയിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നുള്ളത് ഇല്ല. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് പേർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് ഇത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താണ് അതിലെ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ദ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ലീഡ് ദ ഗ്രൂപ്പ് ഡിറ്റർമിൻ ദ സക്സസ് ഓഫ് ദിസ് മെത്തേഡ്. അതായത് ചിലപ്പോഴല്ലേ അല്ലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്തിട്ടാണ് അത് കൈകാര്യം ചെയ്ത് വരേണ്ടത് അല്ലെ. അങ്ങനെ വരുമ്പോഴത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ലീഡ്സ് ദ ഗ്രൂപ്പ് ഡിറ്റർമിൻ ദ സക്സസ് ഓഫ് ദിസ് മെത്തേഡ്. അവിടെ ആരെങ്കിലും ഒരു ലീഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലെ. അവിടെ നമുക്കറിയാം ഒരു ട്രെയിനറിന്റെ ഒരു ഇതിൽ ഒരാളും കൂടിയും അവിടെ ഉണ്ടാവണം അല്ലെ. അപ്പൊ ആ ട്രെയിനർ എന്താണ് അവിടെ അവരെ കൊണ്ട് തന്നെ ആശയങ്ങളൊക്കെ പങ്കുവെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഒരു നേതൃത്വ നിലയിലുള്ള ഒരു പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കും. അദ്ദേഹം എന്താണ് അത് ആ ഒരു മെത്തേഡ് ഓക്കെ അത് ആ ഒരു നേതൃത്വ നിരയിൽ നിൽക്കുന്ന വ്യക്തിയുടെ ആ ഒരു മികവ് പോലെ ഇരിക്കും ആ മെത്തേഡിന്റെ വിജയം എന്നുള്ളത്. നമുക്കറിയാം കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് ആശയങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് നല്ല തീരുമാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അവലംബിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്താണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു നേതൃത്വ നിരയിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ടുള്ള വിജയം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ദ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ who leads the group determines the success of this method. ക്ലിയർ ആയോ? സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ള ട്രെയിനിങ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമ്മള് ഓഫ്ലൈൻ മെത്തേഡിൽ പല കാര്യങ്ങളും കണ്ടു അല്ലെ. നമ്മള് ലെക്ചർ മെത്തേഡ് കണ്ടു, റോൾ പ്ലേയിങ് മുഖേന കാണിച്ചു കൊടുക്കുന്നുണ്ട്, വെസ്റ്റിബിൾ ട്രെയിനിങ് അല്ലെ. ആ മെറ്റീരിയൽസ് ഒക്കെ ആ ഒരു ക്ലാസ് റൂമിൽ സജ്ജീകരിച്ചിട്ട് ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്താണ് അതേമാതിരി തന്നെ കോൺഫറൻസ് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് വ്യത്യസ്ത കാര്യങ്ങൾ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടുകളൊക്കെ അവര് ഷെയർ ചെയ്ത് ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് അല്ലെ അതിനൊരു കൺക്ലൂഷനിലൊക്കെ എത്തിക്കും. തീർച്ചയായിട്ടും അവിടെ ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ നന്നായിട്ട് തന്നെ അല്ലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെ അതിന്റെ അല്ലെ നല്ല വശങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺഫറൻസ് വിജയിച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസിൽ എന്താ പറയുന്നത്? In recent years, this method has become popular and the subject matter learned is being presented in a carefully planned sequential series. അതായത് അവിടെ നമ്മൾ പറയുന്നത് അല്ലെ ശ്രദ്ധാപൂർവം എന്താണോ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും അല്ലെ അത് എങ്ങനെ അവലംബിക്കണം എന്നുള്ളത്. അത് അതിൻ്റെതായ ഓരോ ഘട്ടമായിട്ട് തന്നെ അവരിലേക്ക് എത്തിക്കും. ഓരോ ട്രെയിനിങ്ങിന് വരുന്ന വ്യക്തികളുടെ ഇടയിലേക്കും അത് കെയർഫുള്ളി ആയിട്ട് ശ്രദ്ധാപൂർവം തന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളെല്ലാം ഓരോ ഘട്ടമായിട്ട് ഇവരിലേക്ക് എത്തിക്കും. This method is expensive and time consuming. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെ അത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് ഇത്തിരി കൂടി എക്സ്പെൻസീവ് ആണ് അല്ലെ. അപ്പൊ ഓരോ ഘട്ടം പരിശീലിപ്പിച്ച് ആ ഘട്ടം സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഘട്ടം പരിശീലിപ്പിച്ച് അങ്ങനെ ഘട്ടമായിട്ട് തീർക്കുമ്പോൾ നമുക്കറിയാം അവിടെ ടൈം കൺസ്യൂം ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റർ ആണ് ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു രീതി അവലംബിക്കുമ്പോൾ ഒരു ടൈമിന് അല്ലെ കുറച്ച് പ്രാധാന്യം കൊടുക്കും. കാരണം ഓരോന്നും സക്സസ് ആയിട്ട് വരണം അല്ലെ. അത് മാത്രമല്ല അതൊരു എക്സ്പെൻസീവുമാണ്, ചെലവേറിയ ഒരു രീതിയും കൂടിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണ് അവിടെ ഓരോ സബ്ജക്ട് അല്ലെ ഓരോന്നിനും അനുസരിച്ചിട്ട് തന്നെ പ്രസന്റ് അത് അങ്ങനെ ഓരോന്നും എന്താണ് ഘട്ടമായിട്ട് തന്നെയാണ് അവരിലേക്ക് ആ പരിശീലനത്തിന്റെ മികവ് എത്തിച്ചു കൊടുക്കുന്നത്. വായിച്ചു നോക്കാം ഒന്നും കൂടി. In recent years, this method has become popular. Okay, ഈ കാലഘട്ടങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ട് നേടിയിരിക്കുന്ന ഒരു രീതിയാണ്. And the subject matter learned is being presented in a carefully planned sequential series. അതായത് അത് ഒരു ശ്രദ്ധാപൂർവം തന്നെ ആ ഒരു ഏതാണോ എന്ത് ഭാഗമാണോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്
അത് ആദ്യം തന്നെ ആ മാറ്റർ നന്നായി തന്നെ പഠിച്ച് അത് എന്താണ് നല്ല ശ്രദ്ധാപൂർവം തന്നെയാണ് അവരുടെ ഉള്ളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അവരിങ്ങനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരിൽ സക്സസ് ആവുമോ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അതൊന്നും കൂടെ എടുത്ത് പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, അതൊരു ടൈം ലാഗ് വരാനായിട്ടുള്ള സാധ്യതയുള്ളതാണ് അല്ലെ. അതുകൊണ്ടാണ് ദിസ് മെത്തേഡ് ഇസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഘട്ടം ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ പ്രൊജക്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൊജക്ഷൻ ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പ്രസന്റ് ചെയ്യാം. വീണ്ടും വീണ്ടും അടുത്ത ഘട്ടം അടുത്തൊരു എന്താണ് ഇതേമാതിരി തന്നെ ട്രെയിനീസിലൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അടുത്തൊരു ഘട്ടം അവതരിപ്പിച്ചു കൊടുക്കുക. അപ്പൊ എന്താണ് ഈ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പരമ്പരകൾ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ഒരു മീറ്റിംഗിൽ കൂടി ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും അടുത്ത ഒരു ഭാഗം ഇവർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ? സീരിയലിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസിന്റെ ആ ഒരു മീനിങ് എന്താണുള്ളത്? നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു സീരിയലിന്റെ ഒരു ഭാഗം ഈ ആഴ്ച കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഒന്ന് പറയാം. ഓക്കെ പറയാം. ഈ ഒരു 5th പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റിലേക്ക് ഒന്നിച്ചൊന്ന് പറയാം. എന്താണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു സീരിയല് എല്ലാ ഫ്രൈഡേയും ആണെന്ന് വെച്ചു. അപ്പൊ എന്താണ് ഫ്രൈഡേ സീരിയലിന്റെ ഒരു ഭാഗം കണ്ടു. ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആണ് അതിന്റെ അടുത്ത ഭാഗം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രെയിനിങ്ങും അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗം എന്താണ് ഒരു ഘട്ടം ഒരു സമയത്ത് അവതരിപ്പിക്കുകയാണ്, എല്ലാവരും വിളിച്ചു കൂട്ടി ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്നാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അടുത്ത സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ട്രെയിനിങ് കിട്ടുമ്പോ എന്താണ് ഒരുപാട് സമയം എടുക്കും അല്ലേ? കിട്ടാനായിട്ട് സമയം എടുക്കൂലേ? എടുക്കുവോ? ട്രെയിനിങ് നേടിയെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കൂലേ? പറ്റിയടിക്കല്ലാതെ എടുക്കും അല്ലെ? കാരണം ഒരു വീക്കില് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ട്രെയിനിങ് കിട്ടുന്നത്. പിന്നെ അടുത്ത വീക്കിലായിരിക്കും അടുത്ത ട്രെയിനിങ്ങിന്റെ അടുത്ത ഭാഗം കിട്ടുന്നത്. അപ്പൊ കുറച്ച് സമയം എടുക്കും. അത് മാത്രമല്ല ഇത് എക്സ്പെൻസീവ് ആണ്. കാരണം ഇങ്ങനെ പ്രോഗ്രാം ചെയ്തൊക്കെ എല്ലാവരും കൂട്ടണമെങ്കിൽ ആ ദിവസത്തേക്ക് വേണ്ടി സമയം കണക്കാക്കണം. then ഇങ്ങനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ അവരൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അല്ലെ, അവിടെ അതിന് അറേഞ്ച് ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ഇവരിലേക്ക് എല്ലാവരെയും ഒന്നിച്ച് കൂട്ടേണ്ടതുണ്ട്. ട്രെയിനീസിന് വരുന്ന എല്ലാവർക്കും ഒന്നിച്ചത് പകർന്നു കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം ഇപ്പോ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും കമ്പനിയൊക്കെ ആണെങ്കിൽ ആ ഒരു ദിവസം അല്ലെ അവരുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിട്ട് വേണം ഈ ഒരു ട്രെയിനിങ് പാക്കേജിന് അവർക്ക് പോകാനായിട്ട് അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് വീക്കിലും അങ്ങനെ തന്നെ പോകണം. അങ്ങനെ വരുമ്പോൾ എന്താണ് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെൻസീവുമാണ്. ഒപ്പം തന്നെ എന്താണ് ഒരു ടൈം ലാഗും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസ് ഓക്കെ ആയോ? ഇല്ലേ? അപ്പൊ ഇതിന്റെ ഈ ഒരു ട്രെയിനിങ് നോക്കാം. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എന്താണ് ജോലിക്ക് ഇടയിലുള്ള പരിശീലനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജോലിക്ക് ഇടയിൽ പരിശീലനമാണ് ഓൺ ദ ജോബ് മെത്തേഡിൽ നമ്മൾ കണ്ട പോയിന്റ്സ്. ഓഫ് ദ ജോബ് മെത്തേഡിൽ അങ്ങനെയല്ല. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു പക്ഷേ ഫസ്റ്റ് ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ എന്താ പറയുന്നത്, ഒരു ക്ലാസ് റൂമില് അവിടെ അല്ലെ നമ്മളിപ്പോ ഏത് ജോലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും അതിനാവശ്യമായിട്ടുള്ള നോളജ് ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് ഒരു ട്രെയിനർ എല്ലാ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ട് അവർക്ക് എന്താണ് ട്രെയിനീസിനൊക്കെ ഒന്നിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഇന്ന സാധനം ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇത് ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ആ വസ്തുക്കൾ ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്, അതിന് ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇന്ന സാധനങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നതോടൊപ്പം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ എന്താണ് ആ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അവിടെ ജോലിയുടെ ഇടയിലല്ല കൊടുക്കുന്നത്, പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് ഒരു ക്ലാസ് റൂമിൽ അതിന്റെ ഐറ്റംസ് ഒക്കെ സജ്ജീകരിച്ചിട്ട് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം എക്യുപ്മെന്റിന്റെ ഒക്കെ ഉപയോഗമൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ക്ലിയർ ആയോ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താന്ന് ഓക്കെ ആയോ? ഓക്കെ.
നെക്സ്റ്റ് പറയുന്നത് റോൾ പ്ലേയിങ് ആണ്. അതായത് ഒരു നാടകത്തിന്റെ രൂപത്തിൽ അല്ലെ, ഇന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്കറിയാം 1-2 ആക്ടർമാരൊക്കെ ഉണ്ടാവും. ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ ഒരു കാഷ്വാലിറ്റിയിൽ ഒരു പെട്ടെന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ആ പേഷ്യന്റിന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ എങ്ങനെ കൊടുക്കേണ്ടത്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന രീതി. ഓക്കെ, ക്ലിയർ ആയോ? റോൾ പ്ലേയിങ് എന്താന്നുള്ളത്, അതായത് ജോലിക്കിടയിലല്ല പരിശീലനം കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ലെക്ചർ മെത്തേഡ്. അതായത് ഇന്ന് നമ്മൾ എടുത്തത്, അതായത് ലെക്ചർ മെത്തേഡിൽ എന്താണ്, ഒരു ക്ലാസ് റൂമില് ടീച്ചർ അല്ലെ, ഒരു ടീച്ചർ ലെക്ചർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് എന്താണോ ജോലിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതൊക്കെ വെച്ചിട്ട് ഇന്ന സാധനം ഇന്ന രീതിയിൽ ഉപയോഗിക്കണം, അത് അല്ലെ ഈ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്, അത് ഈ സമയത്താണ് ഉപയോഗിക്കേണ്ടത്, ഇത്ര സമയമൊക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ലെക്ചർ അല്ലെ വെർബലി, അതായത് വോയിസ് കൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവിടെ ആക്ടറൊന്നും ഇല്ല, പക്ഷെ മെറ്റീരിയൽസ് എല്ലാം അത് നമുക്കിത് വായിച്ചു കൊടുക്കാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് വരും. അതുകൊണ്ടാണ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാനാണ് നമുക്ക് ഇഷ്ടം, ടീച്ചേഴ്സിന് ഇഷ്ടം അതാണ്. പക്ഷെ കാരണം സ്പീഡില് പോർഷൻസ് തരും, പക്ഷെ ആക്ച്വലി ഇത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റുകൾ ആ വേർഡ്സ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതും ഒരു കംപ്ലൈന്റ് ആവും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ വെസ്റ്റിബിൾ ട്രെയിനിങ് കണ്ടു, റോൾ ട്രെയിനിങ് കണ്ടു, ലെക്ചർ മെത്തേഡ്. ഇങ്ങനെ തരണേനും എനിക്ക് ബുദ്ധിമുട്ടില്ല, കാരണം എന്താണ് നിങ്ങൾ ഓക്കെ ആവണം. ഏത് രീതി ഫോളോ ചെയ്താലും എന്താ പറയാ, പഠിക്കാനിരിക്കുന്ന നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവണം. നെക്സ്റ്റ് മെത്തേഡിലേക്ക് നോക്കാം, കോൺഫറൻസ്. കോൺഫറൻസ് വിളിച്ചു കൂട്ടുക എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെ അല്ലെ, സമ്മേളനം വിളിച്ചുകൂട്ടി പല പല ആശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ പലവരുടെയും ആശയങ്ങളൊക്കെ അവിടെ വരും. ചില ആശയങ്ങളൊക്കെ നല്ലതായിരിക്കും, ചില ആശയങ്ങളൊക്കെ മോശമായിരിക്കും അല്ലെ. ഷെയർ ഫാക്ട്സ്, അവരുടെയൊക്കെ പല പല പ്രവർത്തനങ്ങളും എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് നല്ലൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തും. അപ്പൊ എന്താണ്, പ്രാക്ടിക്കലി നോളജ് എല്ലാവർക്കും കിട്ടും അല്ലെ. പക്ഷെ ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കും അല്ലെ. അദ്ദേഹത്തിനെ നമുക്ക് ട്രെയിനർ എന്ന് വിളിക്കാം. അപ്പൊ ആ ട്രെയിനറിനെ നമുക്ക് ആ കോർഡിനേറ്റ് ചെയ്യാനുള്ള വ്യക്തി, അത് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം സ്വീകരിക്കാനും ഒക്കെ തയ്യാറാണെങ്കിലാണ് അദ്ദേഹം ആ ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് എന്താണ് ആ ഒരു കോൺഫറൻസ് വിജയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, നമുക്ക് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തും, എല്ലാവരുടെയും ഡിസ്കഷനും. അപ്പോ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴും ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ മെഷീൻ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയും. അപ്പൊ സമയത്തിന്റെ കാര്യം അതേമാതിരി തന്നെ ഒരുപാട് അല്ലെ വസ്തുക്കളൊന്നും വേസ്റ്റ് ആവാത്ത രീതിയിൽ, അതേമാതിരി തന്നെ എന്താണ് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യും. അങ്ങനെ എന്താണ് നന്നായിട്ട് തന്നെ അല്ലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അതായത് ആ മെഷീൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്കറിയാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം, കേൾക്കേണ്ടി വരില്ലേ? കോൺഫറൻസ് ഒക്കെ കൂടുമ്പോ ഒരാളുടെ മാത്രം അഭിപ്രായം എടുത്താൽ ശരിയാവോ? ശരിയാവോ? ഇല്ല. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം അല്ലെ. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതിൽ നിന്ന് നല്ല അഭിപ്രായത്തിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരണം, ഏകോപിപ്പിച്ച് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കേട്ട് നന്നായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു പേഴ്സൺ, അദ്ദേഹത്തിനെ നമുക്ക് ട്രെയിനർ എന്ന് വിളിക്കാം. അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അല്ലെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കോൺഫറൻസ് എന്താണ് സക്സസ് ആയി വിജയത്തിലെത്തി എന്ന് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. അപ്പൊ അവിടെയും ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതായത് ആ മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്രെയിനിങ് ആണ് അവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ കൊടുക്കുന്നത്. പക്ഷെ അത് ഈ രീതിയിലാണെന്ന് മാത്രം. ഓക്കെ, ഞാൻ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു നിർത്തി. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിച്ച് ഇരുന്ന് ഒറ്റയടിക്കല്ല ട്രെയിനിങ് കൊടുക്കുന്നത്, അത് ഘട്ടം ഘട്ടമായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ഏതെങ്കിലും അല്ലേ ഒരു ട്രെയിനർ വന്നു ഒരു വീക്കിലി എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ മാത്രം വന്ന് ട്രെയിനിങ് കൊടുക്കും, ഒരു നിശ്ചിത സമയം. നെക്സ്റ്റ് വീക്കില് അദ്ദേഹം വന്ന് വീണ്ടും ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ അവർക്ക് ട്രെയിനിങ് കിട്ടും. പക്ഷെ ഇങ്ങനെ ട്രെയിനിങ് കിട്ടുമ്പോഴുള്ള വ്യത്യാസം എന്താണ്, അവർക്ക് കുറച്ച് സമയം എടുത്താണ് ഈ ട്രെയിനിങ് കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ട്രെയിനറിനെ എല്ലാ വീക്കിലും കൊണ്ടുവരണം. അത് മാത്രമല്ല ട്രെയിനിങ്ങിന് വരുന്ന വ്യക്തികളെയും എല്ലാവരെയും ഒന്നിച്ച് ആ ടൈമിലൊക്കെ കോർഡിനേറ്റ് ചെയ്യും.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ടൈം എടുക്കുന്ന മാറ്ററുമാണ്. അത് മാത്രമല്ല ഇത്തിരി എക്സ്പെൻസീവുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നാമതായിട്ട് നമ്മളുടെ വിഷയം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മുടെ ക്ലാസ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് 1-2 ക്ലാസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടും. ഗ്യാപ്പ് വന്നപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും നമുക്ക് ഓക്കെ എടുക്കാം. കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? കണ്ടിന്യൂ ചെയ്തോട്ടെ അടുത്ത ഭാഗത്തിലേക്ക്. നോക്കാം, നെക്സ്റ്റ് നോക്കാം. എന്താണ് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മളപ്പോ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, നമ്മള് ആ ചാപ്റ്ററിന്റെ പേര് അത് തന്നെയാണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് അല്ലെ. അപ്പൊ അതില് പ്രധാനമായിട്ട് നമ്മൾ ട്രെയിനിങ് ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആക്ച്വലി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ ഇത്രയും വരെയൊക്കെ കേട്ടു. അപ്പൊ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാ ട്രെയിനിങ് കൊടുക്കുന്നത്? എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഔട്ട്പുട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഓക്കെ, നമുക്ക് റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വേറെ എന്തെങ്കിലും? ഇതെല്ലാം ശരിയാണ്. അച്ചീവിങ് ദർ ഗോൾസ്, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെർഫോമൻസ്, പ്രകടനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു അറിയാൻ പറ്റും. പക്ഷെ ഇച്ചിരി കൂടി സ്കില്ല്, ഓക്കെ, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് അല്ലെ, നമുക്ക് ഏതായാലും മെയിൻ ആയിട്ടൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ശ്രമിക്കേണ്ടത് അല്ലെ. പെർഫോമൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഗോൾസ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുത്തത്. ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആക്റ്റീവ്ലി എന്താണ് ഓട്ടോമാറ്റിക്കലി അവരുടെ നോളജും തന്നെ കഴിവുകളും സ്കില്ലുകളും ഡെവലപ്പ് ചെയ്തു അല്ലെ. അത് ഇംപ്രൂവ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ ട്രെയിനിങ് എന്താണ്, ഡെവലപ്മെന്റ് എന്താന്നുള്ളത് സ്പെഷ്യലി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ട്രെയിനിങ് കൊണ്ട് നമുക്ക് മനസ്സിലായി നോളജും അതേമാതിരി തന്നെ സ്കില്ലും വർദ്ധിക്കുന്നു. ഇവിടെ ഡെവലപ്മെന്റ് എന്നുള്ളതും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, സ്കില്ലും നോളജും വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് അല്ലെ. നമ്മളിപ്പോ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രൊമോഷന് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഡ്യൂട്ടിയും കൂടി ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അത് മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു മെഷീൻ സ്ഥാപിച്ചു, അപ്പൊ ആ മെഷീൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി മാത്രം ഒരു ട്രെയിനിങ് കൊടുക്കും അല്ലെ. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് സ്കില്ല് വർദ്ധിക്കുന്നുണ്ട്, നോളജ് വർദ്ധിക്കുന്നുണ്ട്. അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗോൾസിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡെവലപ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതെന്താണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അവർക്ക് ഓൾറെഡി അവിടെയുള്ള വർക്കേഴ്സ് ആണ്, എക്സിസ്റ്റിംഗ് വർക്കേഴ്സ് ആണ്. അവർക്ക് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അല്ലെ, മറ്റെന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ എഫിഷ്യന്റ് ആക്കാനായിട്ട് ഇച്ചിരി കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കും. അതെന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഓവറോൾ അവരെ എന്ത് വെല്ലുവിളി വന്നാലും അവര് തളർന്നു പോകരുത്, അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ലക്ഷ്യമാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, അത് ഓഫീസസ് നിലനിൽക്കുന്നിടത്തോളം കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി വരുന്ന ഒരു ട്രെയിനിങ് പാക്കേജ് ആണ് അവിടെ ഡെവലപ്മെന്റിൽ അവലംബിക്കുന്നത്. ജസ്റ്റ് മനസ്സിലായോ? നമുക്ക് പഠിക്കാനുണ്ട്, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഡിഫറൻസ് ഒക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് എന്താന്നുള്ളതിന്റെ ആ ഒരു വേരിയേഷൻ കിട്ടിയോ? അപ്പൊ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി തരുന്നത് സ്പെസിഫിക് പർപ്പസ്. നമ്മൾ അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു മെഷീൻ, പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ പുതിയൊരു പോസ്റ്റ് നമുക്ക് കിട്ടി, അഡീഷണൽ ആയിട്ട് എന്ത് വർക്കാണ് വന്നേക്കുന്നത്, അതിനുവേണ്ടി മാത്രം ഒരു ട്രെയിനിങ്ങുകളൊക്കെയാണ് ട്രെയിനിങ് എന്നതിൽ വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഡെവലപ്മെന്റ് ഒന്നുകൂടി പറയാം. ഓട്ടോമാറ്റിക്കലി അവരുടെ സ്കില്ലും
എന്താണ് നോളജ് വർദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ആ സ്പെസിഫിക് കാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും അറിവും വേണം, സ്കില്ലും വേണം അല്ലെ, കഴിവും വേണം. അത് മാത്രമാണ് അവിടെ പ്രധാനമായിട്ടും ട്രെയിനിങ്ങിൽ വരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു പൊസിഷനിലേക്കുള്ള ജോലിക്കോ മാത്രമല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. ഓവറോൾ എന്ത് പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നാലും അത് ഇനി അഭിമുഖീകരിക്കാനായിട്ട് സജ്ജമാക്കുന്ന ഒരു പേഴ്സൺ ആക്കി മാറ്റുക. അപ്പൊ ഓവറോൾ അവരുടെ സ്കില്ലും അവരുടെ നോളജും വർദ്ധിപ്പിക്കുക. ഇൻ കേസ് അല്ലെ പുതിയ അഡീഷണൽ ആയിട്ട് എന്ത് ചലഞ്ചസ് വെല്ലുവിളികൾ വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുമ്പോൾ ഒക്കെ ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ജസ്റ്റ് അതും അത്രയും മനസ്സിലാക്കിയിട്ട് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിനിങ്ങിലേക്ക് പോകാം. എന്താണ് ട്രെയിനിങ് പറയുന്നത്? Training refers to an education process in which employees get a chance to develop skills, then competency and learning as per the post-duty requirements. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഒരു ട്രെയിനിങ് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവരുടെ സ്കില്ല് അല്ലെ, അവരുടെ സ്കില്ലിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ ലേണിംഗ് അല്ലെ, അവരുടെ നോളജിലും വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അവരുടെ നോളജിലും വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പുതിയ ഒരു അറിവാണ് പകർന്നു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യകത എന്താണോ പുതിയ ആവശ്യകത, ആ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടാണ് ട്രെയിനിങ് വരുന്നത്. ട്രെയിനിങ് റെഫേഴ്സ് ടു ആൻ എഡ്യൂക്കേഷൻ പ്രോസസ്. ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് എംപ്ലോയീസ് ഗെറ്റ് എ ചാൻസ് ടു ഡെവലപ്പ് സ്കിൽസ്, competency and learning as per the post duty requirements. അതായത് നമ്മുടെ പോസ്റ്റ് അല്ലെ പുതിയ ഒരു കാര്യം വരുമ്പോൾ അതിനെ നമുക്ക് റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യകത അല്ലെ. പുതിയൊരു കാര്യം വന്നപ്പോൾ, ഒരു പുതിയ പോസ്റ്റ് വന്നപ്പോൾ, ഇനി ഒരു പുതിയ മെഷീൻ സ്ഥാപിച്ചപ്പോഴും, ഓക്കെ മനസ്സിലാവുന്നുണ്ടോ? റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യകത അല്ലെ. അപ്പൊ ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങിലൂടെ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റെ എന്തൊക്കെ വികസിക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? എന്തൊക്കെയാ ഡെവലപ്പ് ചെയ്യുന്നത്? എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും അല്ലെ, പുതിയൊരു പൊസിഷൻ അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസിന്റെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? നോളജും, അതിനെ കുറിച്ചുള്ള നോളജും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള നോളജ് അതൊരു പ്രധാനപ്പെട്ട നോളജാണ്. യെസ്, സ്കിൽ ആൻഡ് നോളജ് എന്തിനെ കുറിച്ചിട്ടുള്ള ആ സ്പെസിഫിക് റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ടുള്ള. ഓക്കെ, അതാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. ട്രെയിനിങ് റെഫേഴ്സ് ടു ആൻ എഡ്യൂക്കേഷൻ പ്രോസസ്. അതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. വിച്ച് എംപ്ലോയീസ് ഗെറ്റ് എ ചാൻസ് ടു ഡെവലപ്പ് സ്കിൽസ്, കോമ്പിറ്റൻസി ആൻഡ് ലേണിംഗ് ആസ് പെർ ദ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്. എന്താണോ ആവശ്യകത വന്നിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Clear ആയോ? Okay. The next sentence നോക്കാം. So simply we can say it is a process of increasing knowledge and skill of an employee. Okay, അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി സിംപിളി നമുക്ക് പറഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് സിംപിളി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓൺ ആൻ എംപ്ലോയി. അതായത് എംപ്ലോയിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ
സ്കില്ലും കഴിവുകളും നോളജ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. Then training is performed for improving knowledge and skills that are needed to carry out their existing jobs. Okay, അവര് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, നിലവിലുള്ള ജോലി അല്ലെ, ജോലി അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ക്യാരി ഔട്ട് ദെയർ എക്സിസ്റ്റിംഗ് ജോബിനോടൊപ്പം എന്തെങ്കിലും നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നോളജും അല്ലെങ്കിൽ എന്താണ് സ്കില്ലും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. That is why it is a short time or a term focus and for a fixed duration. നമുക്കറിയാം ഒരു ഫിക്സഡ് ഡ്യൂറേഷന് വേണ്ടി മാത്രം, ഒരു നിശ്ചിത കാര്യം മാത്രമാണ് അല്ലെ, നമ്മൾ ഓവറോൾ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു നിശ്ചിത കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യം, അത് മാത്രമാണ് ട്രെയിനിങ്ങിലൂടെ അവർക്ക് പകർന്നു കൊടുക്കുന്നത്. മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ initiatives taken by management and it is a result of outside motivation. നമുക്കറിയാം ഇതിന്റെ അല്ലെ, ഇത് ഇനീഷ്യേറ്റീവ് ആയിട്ട് മാനേജ്മെന്റ് എടുക്കുന്നത് ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിട്ട് അല്ലെ, ആ ഒരു മെഷീൻ കൊണ്ടുവന്ന് അതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ പോസ്റ്റ് അവിടെയുള്ള എംപ്ലോയിക്ക് കൊടുത്തു. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന്റെ കാര്യം അല്ലെ, അദ്ദേഹത്തിന് ലേബിൾ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ഈ ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. ജസ്റ്റ് ട്രെയിനിങ് എന്താണെന്നുള്ളത് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അവിടെ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്യണോട്ടോ, കാരണം സ്പെസിഫിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അത് മാത്രമല്ല എന്താണ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, സ്കിൽസ് ആൻഡ് എംപ്ലോയീസ്, പ്രോസസ് ഇൻക്രീസ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയീസ്. ദെൻ എന്താ ഇവിടെ പറയുന്നത്, ഷോർട്ട് ടൈം അല്ലെ, ഷോർട്ട് ടൈം ഓർ ടേം ഫോക്കസ്, ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം മാത്രമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. ഓവറോൾ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ടൈം ലക്ഷ്യം വെക്കുന്നില്ല. അല്ലെങ്കിൽ ബിസിനസ് നിലനിർത്തുന്നിടത്തോളം കാലം പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ടുള്ള ട്രെയിനിങ് അല്ല അവിടെ കൊടുക്കുന്നത്. അവിടെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. പോയിന്റ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ ആണോ? ട്രെയിനിങ് എന്താണെന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. Mainly it is the result of an initiatives taken by management and it is a result of outside motivation. അതായത് നമുക്കൊരു പ്രേരണയുണ്ട് അല്ലെ, ഔട്ട്സൈഡ് റിസൾട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു മോട്ടിവേഷൻ വരുന്നുണ്ട്, ഒരു പ്രേരണ ഘടകം വരുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസൾട്ട് ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ ഇനീഷ്യേറ്റീവ്, അതായത് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണമെന്ന് മാനേജ്മെന്റ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മെഷീൻ അവർക്ക് അറിയില്ല അല്ലെ, അവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പുതിയൊരു നോളജ് അവർക്ക് വേണം. അപ്പൊ അതിന്റെ ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. അപ്പൊ നമുക്കറിയാം അവർക്കൊരു ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് അവരെ കൊണ്ട് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവർക്ക് നമുക്കറിയാം ഒരു അഡ്വൈസറി ബോഡി തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ഉപദേശിക്കും അല്ലെ. HR എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലിങ്കിലുള്ളവര് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ഉപദേശിക്കും. എന്തെന്ന് പറയുന്നത്, ഈ ഒരു പുതിയ മെഷീൻ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ് പാക്കേജ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്നാൽ മാത്രമേ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ആൻ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. ഓക്കെ, പുറത്തു നിന്നുള്ള ആ ഒരു മോട്ടിവേഷന്റെ ബേസിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇനീഷ്യേറ്റീവ് ആയിട്ട് മാനേജ്മെന്റിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത്. ദെൻ എന്താണ് നെക്സ്റ്റ്, ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ?
ട്രെയിനിങ് ഓക്കെ ആയോ? നെക്സ്റ്റ് എന്താണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്താണ് പറയുന്നത്? ഏതായാലും ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ധാരണയായി അല്ലെ? ഞാൻ അതിനോടൊപ്പം തന്നെ ഡെവലപ്മെന്റിന്റെ ചെറിയ സൂചനയും തന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഡെവലപ്മെന്റ് refers to an information processor which mainly help in understanding about the overall growth and improvement of the skills of the employee. അതായത് ഇവിടെ ഡെവലപ്മെന്റ് വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിന്റെ കഴിവുകൾ അല്ലെ, അവരുടെ എന്താണ് ഇംപ്രൂവ് ചെയ്യണം. എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യണം. ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്, അതായത് പരമാവധി അവിടുത്തെ എംപ്ലോയീസിനൊക്കെ നോളജും സ്കില്ലും നിറച്ചു വെക്കുക അല്ലെ. മറ്റു കമ്പനികൾ ഇതിനോടൊപ്പം തന്നെ ഉണ്ട്, മത്സരിച്ച് പോകുന്നുണ്ടെങ്കിൽ അവരെക്കാളും നല്ല കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തൊഴിലാളികളായിരിക്കണം നമ്മുടെ കമ്പനിയിലുള്ളത് അല്ലെ. അങ്ങനെയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, അങ്ങനെയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആണ് അവിടെ ലക്ഷ്യമിടുന്നത്. നമുക്ക് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ആൻ ഇൻഫോർമേഷൻ പ്രോസസ്സ്. അതെന്താണ്, ഒരു വിവരാത്മകമായിട്ടുള്ള പ്രോസസ്സാണ് അവിടെ കൊടുക്കുന്നത്. which mainly helps in understanding about the overall growth and improvement of the skills of the employee. എംപ്ലോയിയുടെ എല്ലാ കഴിവുകളും അല്ലെ, അത് കഴിവുകൾ ഉള്ളതെല്ലാം തന്നെ അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് ഓവറോൾ ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നതാണ് എന്താ ഡെവലപ്മെന്റ് എന്ന പ്രോസസ്സിൽ ഉദ്ദേശിക്കുന്നത്. So simply we can say it is a process of learning and growth. അതായത് അപ്പൊ ഇതില് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്താണ് ഇതെന്ന് പറയുന്നത്, എന്താണ് അറിവും വളർച്ചയും ഉണ്ടാക്കി അല്ലെ, അത് വലുതാക്കി എടുക്കുക എന്നുള്ളത്, അതാണ് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഉണ്ടാകുന്നത്. Developments are performed in an aim of improving knowledge and skills to face future challenges. അതായത് ഇതില് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ ചലഞ്ചസിനെ അല്ലെ, ഭാവിയിൽ വരാൻ പോകുന്ന വെല്ലുവിളികളെ ഫേസ് ചെയ്യുക അല്ലെ, അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ കഴിവ് അത് വികസിപ്പിച്ചെടുക്കുക. ഇൻ കേസ് നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്സുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ജസ്റ്റ് ബേസിക്കലി ആയിട്ടുള്ള ഒരു നോളജ് ഇവർക്ക് പകർന്നു കൊടുക്കും. പിന്നെ എന്താണ്, പുതിയ പുതിയ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യും അല്ലെ. നമുക്ക് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, പുതിയ പുതിയ വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസ് ഒക്കെ അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, അവിടെ ഓവറോൾ ആയിട്ട് അവർക്ക് എന്താണ് അവരുടെ നോളജും സ്കില്ലും വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇല്ലേ. ഇനി ഉണ്ടാവൂലേ, ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ. അത് ബേസിക്കലി എന്താണ്, എന്തിന്റെയും കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടായെങ്കിൽ എന്താണ്, പിന്നെ അതെല്ലാം അപ്ഡേഷൻസ് വരുന്നത് അനുസരിച്ചിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ് അവിടെ പിന്നീട് വരുന്ന ഏത് പ്രതിസന്ധികളെ നേരിടാനായിട്ട് അല്ലെ, ചലഞ്ചസുകളെ നേരിടാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെ. അവരുടെ ഗ്രോത്തിനെ സംബന്ധിച്ച്, അവരുടെ വളർച്ചയെ സംബന്ധിച്ച് എന്താണ് ഓവറോൾ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഡെവലപ്മെന്റിന് വരുന്നത്. എന്താണ് വീണ്ടും പറയുന്നത്, ഡെവലപ്മെന്റ് ആർ പെർഫോംഡ് ഇൻ an aim, ജസ്റ്റ് പറഞ്ഞ ചലഞ്ചസ്. Then that's why it is a long term അല്ലെങ്കിൽ or അല്ലെ long term focused which take place throughout the life of a person. അതായത് ആ പേഴ്സണെ സംബന്ധിച്ച് അല്ലെ ആജീവനാന്തം ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു നോളജ് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. That's why it's a long term focused. അത് ഊന്നി വെക്കുന്നത് എന്തിനെയാണ്, ദീർഘമായിട്ടുള്ള വീക്ഷണത്തിലാണ് അതിന്റെ കാഴ്ചപ്പാട് വരുന്നത്. then എന്താണ് അതിൽ പറയുന്നത്, മെയിൻലി it is the result of initiatives taken by self and it is a result of self motivation. അതായത് അവർക്ക് സ്വയം പ്രേരിതമായിട്ടുള്ള ഒരു പ്രവർത്തനം, എനിക്ക് അല്ലെ എന്റെ കഴിവുകൾ വികസിപ്പിച്ചു കൊണ്ടുവരണം. അതായത് പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യാനായിട്ടുള്ള, അവിടെയുള്ള ഓരോ തൊഴിലാളിയും അങ്ങനെ വിചാരിക്കണം അല്ലെ, എനിക്ക് ഏബിൾ ആണ് ഞാൻ, ഓക്കെ എനിക്ക് എന്ത് വന്നാലും നേരിടാനുള്ള ഒരു പവർ, ഒരു കഴിവ് എനിക്കുണ്ട്, ബേസിക് നോളജ് ഒക്കെ ഞാൻ ഒക്കെയാണ് അല്ലെ. അപ്പൊ എന്ത് വെല്ലുവിളി വന്നാലും എന്താണ് അവിടെയുള്ള ഒരു എംപ്ലോയിയും എന്താണ് പതറിപ്പോകില്ല അല്ലെ. അതിനൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പുതിയ പുതിയ എന്ത് ഇംപ്ലിമെന്റേഷൻ വന്നാലും നടപ്പാക്കി വന്നാലും എന്താണ് അതൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടാവും, അവിടെയുള്ള എംപ്ലോയീസിന് ഉണ്ടാവും. അപ്പൊ സെൽഫ് മോട്ടിവേഷൻ അല്ലെ, അവർക്ക് തന്നെ സ്വയം പ്രേരിതമായിട്ട് ഇതെല്ലാം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ചാലഞ്ചസിനെ
വരിക അല്ലെ, മുൻകൂട്ടി കണ്ടുകൊണ്ട് വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്താണ്, ആ ഡെവലപ്മെന്റിൽ ഓവറോൾ ആയിട്ടുള്ള ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വേരിയേഷൻ എന്നുള്ളത് മനസ്സിലായോ? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലെ. പക്ഷെ ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓവറോൾ. മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, അധികം സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോയിന്റ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് തന്നെ പറയാം അല്ലെ, എന്താണ് വ്യത്യാസങ്ങൾ എന്നുള്ളത്, ഡിഫറൻസുകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാം. ഫസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ്, ഡെവലപ്മെന്റ് ഈസ് എ പ്രൊയാക്റ്റീവ് പ്രോസസ്. എന്താണ് റിയാക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു മെഷീൻ അതിനെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അല്ലെ, അത് മാത്രം ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ട്രെയിനിങ് മാത്രമേ നേടുന്നുള്ളൂ. എവിടെ? ട്രെയിനിങ് അല്ലെ. അതൊരു റിയാക്റ്റീവ് ആണ്. അതിനെന്താണ്, സജീവമായിട്ട് വീണ്ടും അല്ലെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത് അന്വേഷിക്കേണ്ടതില്ല. ജസ്റ്റ് ആ ഒരു അല്ലെ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ളത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. പിന്നെ എന്താണ്, പിന്നെ ട്രെയിനിങ്ങിന്റെ ആവശ്യകതയില്ല അല്ലെ. റിയാക്റ്റീവ് പ്രോസസ് ആണ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രൊയാക്റ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ സജീവമായ പ്രോസസ് ആണ്. അത് എപ്പോഴും ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കണം. ഓപ്പറേഷൻ ഒക്കെ വന്നാലും അത് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ാണോ? ട്രെയിനിങ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് പ്രോസസ് ആണ് അല്ലെ, ഒരു പ്രതികരണം. അതായത് നമ്മളൊരു നിശ്ചിത ലക്ഷ്യം അവിടെ ഉള്ളു. ഓക്കെ. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് ആണ്, സജീവമായിക്കൊണ്ടിരിക്കണം. എപ്പോഴും എന്താണ്, ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. പുതിയത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴും അതിനെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവിടെയുള്ള എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം. ഓക്കെ. എന്നാൽ മാത്രമാണ് അവർക്ക് അല്ലെ സെൽഫായിട്ട് അങ്ങനെ ഒരു മോട്ടിവേഷനും ഉണ്ടായിരിക്കണം. എനിക്ക് ഓക്കെ ഇവിടെ അപ്ഡേഷൻ വന്നു, അപ്പൊ ഞാനത് ക്യാച്ച് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വേണ്ടി ഇരിക്കുന്നു അവിടുത്തെ എംപ്ലോയീസ്. ഓക്കെ. അങ്ങനെയുള്ളതാണ് ഡെവലപ്മെന്റിൽ വരുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റിലേക്ക് പോകാമോ? സെക്കൻഡ് പോയിന്റ് നോക്കാം. ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡ് ബൈ ഇൻഡിവിജ്വൽസ്. നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാനില്ല. രണ്ടു കൂട്ടരും ആരാണുള്ളത് അവിടെ അറ്റൻഡ് ചെയ്യുന്നത്? അവിടെയുള്ള എംപ്ലോയീസ് ആണ് അല്ലെ, ഇൻഡിവിജ്വൽസ് ആണ് അവിടെ ഓരോന്നും തന്നെ കൈകാര്യം ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് വന്നതെന്ന് അറിയില്ല. ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡ് ബൈ ഇൻഡിവിജ്വൽസ്, then development is mainly attended by individuals. Then next നോക്കാം, training is a short term focused and for a fixed duration. അല്ലെ, നമ്മള് കണ്ടു ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് അല്ലെ. അതിപ്പോ ഒരു പൊസിഷൻ എത്തിപ്പെട്ടപ്പോൾ ആ പൊസിഷൻ ചെയ്യണമെങ്കിൽ ചില ഡ്യൂട്ടികൾ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നിക്ക് വന്നപ്പോൾ ആ ടെക്നിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരു നിശ്ചിത കാര്യത്തിനെ മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഡ്യൂറേഷനും അത് കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞു. അതേസമയം ഡെവലപ്മെന്റ് എന്താണ്, ഷോർട്ട് ടൈം പ്രോസസ് ആണോ? ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഫോക്കസ് ആണോ വരുന്നത്? ആണോ? അല്ല അല്ലെ, അത് ലോങ് ടൈം ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നത് അല്ലെ, ദീർഘവീക്ഷണത്തിലുള്ള കാര്യമാണ്. ലോങ് ടൈം ആണ്. വിച്ച് ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. അദ്ദേഹം അവിടെ അല്ലേ ആ കമ്പനിയിൽ ജീവനക്കാരനായി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഇങ്ങനെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. കാരണം അവർക്ക് പുതിയ അപ്ഡേഷൻസ് ഒക്കെ പഠിച്ചാലാണ് ചലഞ്ചസിനെ നേരിടാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രെയിനിങ് ഈസ് റിസൾട്ട് ഓഫ് ആൻ ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് റിസൾട്ട് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. അതായത് നമ്മളിപ്പോ മാനേജ്മെന്റിന്റെ സ്ട്രെസ്സിലാണ് എന്താണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. അവര് പറയാണ് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് ഇവർക്ക്, മാനേജ്മെന്റ് ആണ് ഇവർക്ക് അങ്ങനെ ഒരു കാര്യം പകർന്നു കൊടുക്കുന്നത്, ട്രെയിനിങ് പാക്കേജ്. കാരണം ഒരു നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ അവർക്ക് പുതിയ അറിവ് കിട്ടിയേ പറ്റും. അതുകൊണ്ട് മാനേജ്മെന്റ് മസ്റ്റായിട്ട് കൊടുക്കുകയാണ്, മുൻകൈ എടുത്തുകൊണ്ട്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള എംപ്ലോയീസ് കരസ്ഥമാക്കണം അല്ലെ. ഔട്ട്സൈഡ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏബിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം, ഇത് സെൽഫായിട്ട് തന്നെ ഒരു മോട്ടിവേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഔട്ട്സൈഡ് മോട്ടിവേഷനിലാണ് എന്താണ് ഡെവലപ്മെന്റ് വരുന്നത്. ക്ലിയർ ആണോ? ആണോ? അപ്പോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം.
Training refers to a process in which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നിശ്ചിത പോസ്റ്റ് അല്ലെ, ഒരു നിശ്ചിത പൊസിഷനിൽ അവർക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ അത് അല്ലെ, അത് പഠിച്ചു നിൽക്കണമെങ്കിൽ ആ ജോലി ചെയ്യാൻ കഴിവുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കും അല്ലെ. ഇപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ഫിഫ്ത് പോയിന്റ് ആണോ അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റ് ആണോ? പറഞ്ഞു വരുന്നുള്ളൂ. Training is the result of initiative taken by management. അതായത് മാനേജ്മെന്റ് ആണ് ഇനിഷ്യേറ്റീവ് ആയിട്ട് മുൻകൈ എടുത്ത് വരുന്നത് ട്രെയിനിങ് കൊടുക്കണമെന്ന്. കാരണം എന്താ വേണ്ട, പുതിയൊരു ടെക്നിക്ക് അവലംബിക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പൊ മാനേജ്മെന്റിന് അറിയാം ഇവിടെയുള്ള എംപ്ലോയീസിന് പുതിയ ടെക്നിക്കിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ്സും ഇല്ല എന്ന്. അപ്പൊ മാനേജ്മെന്റ് എന്താണ്, അവർക്ക് ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുക്കുകയല്ല അല്ലെ. അവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻഡിവിജ്വൽസ് തന്നെ അതിന് സന്നദ്ധരാവുകയാണ്. കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കലി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അപ്ഡേഷൻസ് ഒക്കെ നേടിയെടുക്കണമെന്ന് ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആണ് അല്ലെ. അവരെക്കാളും മറ്റുള്ളവരെക്കാളും എനിക്ക് ആദ്യം തന്നെ ഈ പ്രൊജക്ട് ചെയ്ത് കാണിക്കണം, അതിന് ഏതെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉണ്ടോ എന്നൊക്കെ അവൻ തന്നെ ചൂസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. പുറത്തു നിന്ന് അവൻ തന്നെ എന്താണ് ഏൺ ചെയ്തിരിക്കുകയാണ്, ആർജിച്ചിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അവര് ട്രെയിനിങ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തു പോകുന്നുണ്ടാവും. പക്ഷെ അഡീഷണൽ ആയിട്ടുള്ള ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ഔട്ട്സൈഡിൽ നിന്ന് അവന് പ്രചോദനം കിട്ടുകയാണ്. കാരണം എനിക്ക് അവരിൽ നിന്ന് അല്ലെ നല്ല രീതിയിൽ പ്രൊജക്ട് സാറ്റിസ്ഫൈഡ് ആക്കി കമ്പനിയുടെ മാനേജറിനൊക്കെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നത്. കമ്പനിക്ക് അറിയാൻ പറ്റും മറ്റേത് തടസ്സങ്ങൾ ചലഞ്ചസ് വന്നാലും ഇവരൊന്നും ഡൗൺ ആയി പോകില്ല. കാരണം ഒരാൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നു പോകും അല്ലെ. നമുക്കറിയാം പ്രൊജക്ട് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് മാനേജേഴ്സ് എന്താണ്, അവർ ഇൻക്രിമെന്റും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കും ഇല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവോ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ അവരെന്താണ് സ്വയം പ്രേരിതമായിട്ട് തന്നെ പുതിയ ടെക്നിക്കുകൾ അവര് തന്നെ നേടിയെടുക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് അവരിങ്ങനെ ഊർജം നേടിയെടുത്ത് അങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ മാനേജേഴ്സിന് അറിയാം നമ്മുടെ കമ്പനി ഡൗൺ ആയിട്ട് പോകില്ല. കാരണം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരെ അവർ അപ്രീഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ കമ്പനിയിലേക്ക് തന്നെ പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ് അവിടെ ആജീവനാന്തം പിടിച്ചു നിൽക്കുന്ന ഏതൊരു എംപ്ലോയി അവന്റെ നോളജ് വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? അതേസമയം ഇതെന്ന് പറയുന്നത് അല്ലെ, നമ്മള് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിൽ എടുത്ത് അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ആ ഒരു തൊഴിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാനൊക്കെ. മറ്റേത് അങ്ങനെയല്ല. എന്താണ് അവിടെയുള്ള എംപ്ലോയി ആ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവന് നോളജ് കൂടിയേ തീരും. അവൻ നോളജ് എങ്ങനെയെങ്കിലും നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമുക്കറിയാം അവിടെ കമ്പനിക്കാര് നല്ലവരെ മാത്രമേ അവിടെ ക്യാച്ച് ചെയ്ത് പോവുകയുള്ളൂ. അവർക്ക് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അല്ലെ. അല്ലാത്തവരൊക്കെ അവർ തടഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അവര് നോളജ് എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഫിഫ്ത്തിലേക്ക് പോകാം. ഫിഫ്ത്തിലേക്ക് പോകാനുള്ള സമയമില്ല. എനിവേ ഫോർത്ത് വരെ നമുക്ക് നിർത്താം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. മാം പറഞ്ഞോളൂ. ഒന്നും കൂടി പറഞ്ഞു തരുമോ ട്രെയിനിങ്? ഈ ഫോർത്തിന്റെ ആണോ, ഫോർത്ത് പോയിന്റ് ആണോ? അതായത് ഫോർത്ത് പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഇൻഫോപാർക്ക് ഒക്കെ പോലെയുള്ള കമ്പനികളിൽ അവിടെ കമ്പനികളിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഒക്കെ പ്രത്യേകത എന്താ, അവർ നന്നായിട്ട് തന്നെ ഏബിൾ ആയിട്ട് പ്രവർത്തി ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പുതിയ നോളജ് ഒക്കെ അവര് എന്താണ് അവർക്ക് പ്രൊജക്ട് ഒക്കെ കൊടുക്കേണ്ട അനുസരിച്ചിട്ട് തന്നെ കൺക്ലൂഡ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ അവരെ അവിടെ നിന്ന് പിരിച്ചുവിടും. അതായത് പുതിയ ടാർജറ്റുകൾ ഏൽപ്പിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ നോളജ് ഒക്കെ എങ്ങനെയെങ്കിലും അല്ലെ പുറത്തുനിന്നൊക്കെ ഉള്ള അറിവുകളൊക്കെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ എങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റും,
എങ്ങനെയത് എന്താ പറയാ നമ്മുടെ വർക്ക് ഇത്ര സമയത്തിനുള്ളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള നോളജ് അവര് എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം ഇപ്പൊ ഇന്നോവേറ്റീവ് ആയ കാലഘട്ടം ആയതുകൊണ്ട് നെറ്റിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടൊക്കെ അവര് നേടിക്കൊണ്ടേയിരിക്കും. അതേസമയം ട്രെയിനിങ്ങിൽ അങ്ങനെയല്ല. ട്രെയിനിങ് എന്നുള്ളത് ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു പുതിയ മെഷീൻ സ്ഥാപിച്ചു. അപ്പൊ അവിടെ ഇങ്ങനെ നാച്ചുറലി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസ് നാച്ചുറലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് എന്താണ് സ്പെഷ്യൽ ഒരു പുതിയ മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ട്രെയിനിങ് പാക്കേജ് മാനേജ്മെന്റ് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കും. കാരണം അവർക്ക് അറിഞ്ഞാൽ മാത്രമാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലായോ? ട്രെയിനിങ് എന്ന് പറയുന്നത് നാച്ചുറലി എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി മാത്രം മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എന്താണ്, അവര് സ്വന്തം അവിടെയുള്ള എംപ്ലോയീസ് സ്വന്തം ആർജിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെ വന്നാലും ഭാവിയിൽ എന്ത് വെല്ലുവിളി വന്നാലും കമ്പനിക്ക് നഷ്ടങ്ങളൊന്നും വരില്ല. കാരണം അവിടെയുള്ള എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി അത് നേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ചെയ്തോ? യെസ് മാം. അതാണ് അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം.